ഫെബ്രുവരി 14 ശനിയാഴ്ച. മാർക്കോസ് 8:1-10 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകം വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്നു. വാലന്റൈൻസ് ദിനം അഥവാ വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ. വാലന്റൈൻ എന്ന രക്തസാക്ഷിയെ ആദരിക്കുന്നതിനായി ഒരു ക്രിസ്തീയ ആഘോഷമായിട്ടാണ് ഉത്ഭവിച്ചത്. 8ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ ആഘോഷിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ മാത്രമാണ് ആ ദിവസം പ്രണയവുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൽ വാലന്റൈൻസ് ദിനത്തിൽ പ്രണയം ആഘോഷിക്കുന്നത് ഒരു അന്താരാഷ്ട്ര പാരമ്പര്യമായി മാറിയിരിക്കുന്നു. രക്തസാക്ഷിയായ വാലന്റൈന് പിന്നിലെ കഥ ഇതാണ്. റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് രണ്ടാമന് സൈന്യത്തിലേക്ക് പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സൈനികർ കുറഞ്ഞത് 25 വർഷമെങ്കിലും യുദ്ധം ചെയ്യണമെന്നായിരുന്നു കൽപ്പന. എന്നാൽ നിരവധി യുവാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ക്ലോഡിയസ് എല്ലാ വിവാഹ നിശ്ചയങ്ങളും നിരോധിച്ചു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരോട് അനുകമ്പയുള്ള പുരോഹിതനായ വാലന്റൈൻസിന്റെ സഹായത്തോടെ ഒടുവിൽ പോയി. അദ്ദേഹം അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ അവരെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ഏകദേശം 269 ഫെബ്രുവരി മാസം 14-ാം തീയതി അദ്ദേഹത്തെ വധിച്ചു. 200-ലധികം വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ഗലാസിയൂസ് ഫെബ്രുവരി 14 വാലന്റീനസിന്റെ ധീരമായ ജീവിതത്തെ ആദരിക്കുന്നതിനായി ഒരു വിശുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ സുവിശേഷം ജനക്കൂട്ടത്തോടുള്ള യേശുവിൻ്റെ അനുകമ്പയെയും അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവൻ്റെ കഴിവിനെയും അവൻ്റെ അത്ഭുതകരമായ കരുതലിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ്. 7 അപ്പവും കുറച്ച് ചെറിയ മീനുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും 4000 പേരുടെ ഒരു ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുന്നതിനായി യേശു അത്ഭുതകരമായി അവയെ വർദ്ധിപ്പിക്കുന്നു. യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെയും സമൃദ്ധമായി തൻ്റെ അനുയായികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവൻ്റെ കഴിവിനെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഈ അത്ഭുതം വർത്തിക്കുന്നു. ശാരീരികമായും ആത്മീയമായും തന്നെ അന്വേഷിക്കുന്നവരോടുള്ള യേശുവിൻ്റെ അനുകമ്പയും കരുതലും ഇത് പ്രകടമാക്കുന്നു. ക്ഷാമകാലത്ത് പോലും നമുക്ക് വേണ്ടി കരുതാനുള്ള യേശുവിൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം പരിഗണിക്കാൻ ഈ സംഭവം നമ്മെ ക്ഷണിക്കുന്നു. വിശക്കുന്ന ജനക്കൂട്ടത്തെ പോറ്റാൻ അപ്പവും മത്സ്യവും വർദ്ധിപ്പിച്ചതുപോലെ നമ്മുടെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മുടെ വിഭവങ്ങളും കഴിവുകളും അനുഗ്രഹങ്ങളും വർദ്ധിപ്പിക്കാൻ യേശുവിന് കഴിയും. ഈ അത്ഭുതം അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കാനും നമ്മുടെ ജീവിതത്തിലെ ആത്യന്തിക ഉറവിടമായി അവനിൽ ആശ്രയിക്കാനും നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാവുന്നത് ഇതാണ്: നമുക്ക് വേണ്ടി കരുതാനുള്ള യേശുവിൻ്റെ കഴിവിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? ഒരു വലിയ കാര്യസാധ്യത്തിനായി നമുക്കുള്ളത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ തുച്ഛമായ വിഭവങ്ങൾ അവന് സമർപ്പിക്കാൻ നാം തയ്യാറാണോ? എല്ലാവർക്കും ഇന്നത്തെ
തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.